കഴിഞ്ഞ ദിവസം നിങ്ങളെ ചാനലിലൂടെ തന്നെയാണ് നമ്മളൊരു വാർത്ത കണ്ടത്. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന പേരിൽ ഒരാള് ഒരു പിന്നെ ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇവിടെ കഴിഞ്ഞ മാസത്തിൽ ചളി ഉണ്ടായ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി ഒരു പ്രയാസം ഉണ്ടായ സമയത്ത് ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരം ഈ പറയുന്ന ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടായിരുന്നില്ല. അന്നത്തെ കേരളത്തിലെ എല്ലാ ചാനലുകളും അത് ലൈവാണ്, അടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ ആരോ തടഞ്ഞതല്ല, അതെല്ലാവർക്കും അറിയുന്നതുമാണ്. അന്ന് സമരമായിട്ട് ഇറങ്ങിയതുമല്ല, രാവിലെ ഒരു വിഷയം ഉണ്ടായി, അതൊരു സമരമായിട്ട് മാറിയതാണ്. ആ ഒരു സ്ഥലത്ത് സമരം മുന്നോട്ട് പോവുകയും റോഡ് ബ്ലോക്ക് ആവുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ വിളിച്ചിട്ട് MLA വരികയും MLA അതിൽ ഇടപെട്ട് ചർച്ച ചെയ്ത് കളക്ടറെ സാന്നിധ്യത്തിൽ ആ ചർച്ച പൂർത്തിയാക്കി പ്രശ്നം പരിഹരിച്ചു പോവുകയും ചെയ്തു. അന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരല്ല, അതിന്റെ വിഷ്വൽ എടുത്ത് പരിശോധിച്ചാൽ അതിന് ബൈറ്റ് കൊടുത്തതിൽ CPM-മാർ വരെ ഉണ്ട്. ഇപ്പം പറഞ്ഞു വെക്കുന്നത് അന്നത്തെ ആ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്ന ആള് പറഞ്ഞൊരു സാധനം, അയാൾ ഇടപെടുന്ന അത്ര ഇവിടെ ആരും ഇടപെടുന്നത്, അയാൾ ഞങ്ങൾ കാണാൻ തന്നെ അല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നോടത്തുനിന്നാണ് അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില ആളുകൾ സ്ഥിരമായിട്ട് വന്ന് റീൽസ് ഇടുക എന്നല്ലാണ്ട് വേറെ ഒരു പണിയില്ല അവർക്ക്. MLA ഇവിടെ പലവട്ടവും വന്നിട്ടുണ്ട്, പല സമയത്തും ഈ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും MLA റീൽസ് എടുത്തില്ല. അത് റീൽസ് എടുക്കേണ്ട സ്ഥലമാണെന്ന് MLA-ക്ക് അറിയാത്തതുകൊണ്ടാണോ ഞങ്ങളും പാർട്ടിയും അതിന്റെ റീൽസിൽ നിന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവരിത് പറഞ്ഞു വെക്കുന്ന ഒരു സാധനം, അവർ മാത്രം ഇടപെടുന്നു, ഞങ്ങൾ ആരും ഇതിൽ ഇടപെടുന്നില്ല, ഞങ്ങൾ എന്തോ മുടക്കാൻ നടക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. ഞങ്ങൾ ഇതിനെ അന്നും സ്വാഗതം ചെയ്യുന്നു, ഇന്നും സ്വാഗതം ചെയ്യുന്നു, എന്നും സ്വാഗതം ചെയ്യും. കാരണം ഈ ഒരൊറ്റ പ്രവൃത്തി വന്നതോടുകൂടി ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണപ്പെടും എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ചില എട്ടുകാലി മമ്മൂഞ്ഞകൾ ഇവിടെ വന്നിട്ട് അനാവശ്യമായിട്ട് നാടിന്റെ വികസനത്തിൽ ഞങ്ങളാണ് ഇടപെട്ടതെന്ന് വരുത്തി തീർക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പറയേണ്ടി വന്നത്. ഈ പ്രവൃത്തി നടക്കണം, ഒരുപാട് പാവപ്പെട്ടവർക്ക് ഇതിന്റെ വീടുണ്ടാവണം, ഞങ്ങൾ ആരും എതിരല്ല. MLA മുടക്കുന്നത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. MLA അങ്ങനെ ഒരു പ്രവൃത്തിക്ക് വന്നിട്ടില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ആ മനുഷ്യൻ വന്ന് ഞങ്ങളെ പ്രശ്നം കേട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോയി എന്നല്ലാതെ ഇതിലൊരു പങ്കുമില്ല. പിന്നെ MLA ടാർഗറ്റ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇറങ്ങാം എന്നേ പറയാനുള്ളൂ.